വിരോധം പ്രകടിപ്പിക്കുകയല്ല, ഇതൊക്കെ ആകണം. എന്നാൽ ഇതിന്റെ കൂടെ എന്ത് ചെയ്യണം? നമ്മൾ അള്ളാഹുവിന്റെ നൂറാനിയത്തായ പരിശുദ്ധമായ ഇൽമും കൂടെ നാം പഠിക്കണം പ്രിയപ്പെട്ടവരെ. അങ്ങനെ പഠിക്കേണ്ട സമയത്ത് അതിനേക്കാൾ കൂടുതൽ പ്രാധാന്യം നിങ്ങൾ ഭൗതികമായ പഠിത്തത്തിന് കൊടുക്കുന്നതിനെ കുറിച്ചാണ് ഞാൻ ഇവിടെ പറയുന്നത്. മനസ്സിലാക്കണം. ഇന്ന് അള്ളാഹുവിന്റെ നൂറാനിയത്തായ ഇൽമ പഠിക്കേണ്ട സമയത്ത് അതിൽ താല്പര്യം കൊടുക്കാതെ പഠിക്കാതെ ഭൗതികമായ പഠിത്തം നീ പഠിച്ച് വലിയ ഡോക്ടറായി എഞ്ചിനീയറായി, ആ ഡോക്ടറാകുമ്പോൾ എഞ്ചിനീയർ ആകുന്ന സമയത്ത് മരണം സംഭവിച്ചു കഴിഞ്ഞാൽ നഷ്ടമായില്ലേ പ്രിയപ്പെട്ടവരെ? ചിന്തിക്കണം. ചേർത്തു നിർത്തേണ്ടവരെയൊക്കെ വെറുപ്പിച്ച് ഒരുപാട് സമ്പാദ്യം നീ സമ്പാദിച്ചു, എന്നാൽ ആ സമ്പത്ത് ആസ്വദിക്കേണ്ട സമയത്ത് നിന്റെ മരണം സംഭവിച്ചാൽ നഷ്ടമായില്ലേ പ്രിയപ്പെട്ടവരെ? ചിന്തിക്കണം. അള്ളാഹു മനസ്സിലാക്കാൻ തൗഫീഖ് തരട്ടെ. മക്കൾക്ക് വേണ്ടി ഒരുപാട് സമ്പാദിച്ചു, പക്ഷേ മക്കൾ വലുതായപ്പോൾ മാതാപിതാക്കളെ തള്ളിപ്പറഞ്ഞു, നഷ്ടം സംഭവിച്ചില്ലേ പ്രിയപ്പെട്ടവരെ? നാം ചിന്തിക്കണം. തന്റെ ഇണയുടെ വലിയ ആഗ്രഹമായിരുന്നു വലിയ മണിമാളിക വെക്കാൻ. അതിനുവേണ്ടി ആഗ്രഹം മറന്ന് നീ സമ്പാദിച്ചു, പക്ഷെ ആ ഭവനത്തിൽ അന്തി ഉറങ്ങാൻ നിന്റെ ഇണയില്ലാതായി, മരണപ്പെട്ടുപോയി. നഷ്ടമായി പോയില്ലേ പ്രിയപ്പെട്ടവരെ? ചിന്തിക്കണം. നഷ്ടമായില്ലേ? നാം ചിന്തിക്കണം. മരണം എപ്പോഴാണ്, എങ്ങനെയാണ്, എവിടെ വെച്ചാണ്, ഏത് സമയത്താണ് സംഭവിക്കുക എന്ന് ആർക്കെങ്കിലും പ്രവചിക്കാൻ കഴിയുമോ? ആർക്കെങ്കിലും പറയാൻ സാധിക്കുമോ? നാം ചിന്തിക്കണം. ഇതൊക്കെ അള്ളാഹു മനസ്സിലാക്കാൻ തൗഫീഖ് തരട്ടെ. ആഖിറത്തെ മറന്നുകൊണ്ട് ഒരുപാട് സമ്പാദിച്ചു തന്റെ ശരീരം നോക്കാതെ സമ്പന്നനായപ്പോൾ തന്റെ സമ്പാദ്യം മുഴുവൻ ഹോസ്പിറ്റലുകളിൽ, ആശുപത്രിയിൽ കൊണ്ടുകൊടുക്കേണ്ടി വന്നു. ശരീരത്തിന് ആഫിയത്തിന് വേണ്ടി, നഫ്സിന്റെ ആരോഗ്യത്തിന് വേണ്ടി. നഷ്ടമായില്ലേ ആ സമ്പാദ്യം മുഴുവനും? അള്ളാഹു മനസ്സിലാക്കാൻ തൗഫീഖ് തരട്ടെ. ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നടക്കുമ്പോൾ സ്വാഭാവികമായി നാളത്തെ ശാശ്വതമായ ആഖിറത്തിന് വേണ്ടി, യഥാർത്ഥ ജീവിതമായ ആഖിറത്തിന് വേണ്ടി നാം ഒന്നും തയ്യാറാക്കിയില്ല. അതിന് സമയം കിട്ടിയില്ല പ്രിയപ്പെട്ടവരെ. ദുനിയാവിന്റെ പുറകെ നാം നടന്നപ്പോൾ അങ്ങനെ ദുനിയാവിലും ആഖിറത്തിലും നഷ്ടത്തിലായി പോയി നിന്റെ ജീവിതം. അള്ളാഹു കാക്കുമാറാകട്ടെ. ബുദ്ധി അള്ളാഹു ചിന്തിക്കേണ്ടതുപോലെ ചിന്തിക്കാനുള്ള ബുദ്ധി അള്ളാഹു നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇതാണ് പ്രിയപ്പെട്ടവരെ, ദുനിയാവിന്റെ ചതിയിൽ പെട്ടുപോകരുത് എന്ന് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ നാം മനസ്സിലാക്കേണ്ടത്. ഇതാണ് ദുനിയാവിന്റെ ചതിയിൽ പെട്ടുപോകരുതെന്ന് പറയുന്നത്. അള്ളാഹു മനസ്സിലാക്കാൻ തൗഫീഖ് തരട്ടെ.